നടി ഉർവശി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ശ്രീമതി ഉർവശി, താങ്കളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷവും അഭിമാനവും, കാരണം ലാലേട്ടനെ അത്രയധികം നേരിട്ടറിയാവുന്ന വ്യക്തിബന്ധമുള്ള ഒരാളെന്ന നിലയ്ക്ക് ഈ നിമിഷം എത്രമേൽ സന്തോഷകരമായ ഒന്നാണ്? തീർച്ചയായിട്ടും വളരെ 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 സന്തോഷം. ഏറ്റവും സന്തോഷം തരുന്ന ഒരു വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഹൃദയം നിറഞ്ഞ അവസ്ഥയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ലാലേട്ടന് ഈ അവാർഡ് കിട്ടിയതിൽ നമുക്ക് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും നല്ല നടന്മാരിൽ ഒരാളാണ് ലാലേട്ടൻ. അദ്ദേഹത്തിന് ഇത് കിട്ടിയതിൽ കേരളത്തിന്റെ എല്ലാ നമ്മുടെ എന്താ പറയുക നമ്മുടെ സ്വന്തം അഭിമാനമായിട്ട് നമുക്ക് ഏറ്റെടുക്കാം. കൂടെ സഹകരിച്ചെന്ന ഒരു ആക്ട്രസ് എന്നുള്ള നിലയ്ക്കും വ്യക്തിപരമായിട്ടും എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് ലാലേട്ടൻ ഈ അവാർഡ് വാങ്ങുന്നു എന്നുള്ളത്. ഒത്തിരി സന്തോഷം. നന്ദി ശ്രീമതി ഉർവശി. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് മോഹൻലാലിൻ്റെ പ്രതികരണമാണ്. മോഹൻലാലിന് എന്ത് പറയാനുണ്ടാകും എന്നുള്ളത് സിനിമാ ലോകത്തിൻ്റെ കേരളത്തിൻ്റെ ആകെ ആകാംക്ഷയാണ്. ദാദാസാഹിബ് ഫാൽക്കെ പോലുള്ള ഒരു പരമോന്നത പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തുമ്പോൾ സ്വാഭാവികമായും മലയാളത്തിനാകെ സന്തോഷം. നടി ഉർവശി അടക്കം, സംവിധായകൻ കമലടക്കം, നടൻ അരിസ്റ്റി അശോകനടക്കം ഈ സമയം മീഡിയ വണ്ണിനോട് ആ സന്തോഷം പങ്കുവച്ചു. അരവിന്ദ് തുടരുന്നുണ്ട്. അരവിന്ദ്, സന്തോഷം, അഭിമാനം എന്നതിനപ്പുറത്തേക്ക് ആർക്കും ഈ ഒരു അംഗീകാര ലബ്ധിയെ കുറിച്ച് പറയാനുണ്ടാവില്ല. എങ്കിൽ കൂടിയും മോഹൻലാലിൻ്റെ പ്രതികരണത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഒരു FB പോസ്റ്റെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുണ്ട്. അതെപ്പോഴായിരിക്കും വരിക? ശരിക്കും നിലവിൽ ചെന്നൈയിലാണ് മോഹൻലാൽ എന്നതാണ് മനസ്സിലാകുന്നത്. അല്പസമയത്തിനും തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഒരുപക്ഷെ സമൂഹ മാധ്യമങ്ങളിലൂടെ ലഭിച്ചേക്കാം. എന്തായാലും അഭിമാനം, അതുപോലെ തന്നെ സന്തോഷം എന്നതിൽ അല്ലാതെ മറ്റൊന്നും തന്നെ ഒരു മലയാളിക്കും ഇപ്പോൾ പറയാൻ സാധിക്കില്ല. ഏറെ നാളായി കാത്തിരുന്ന ഒരു പുരസ്കാരമാണ് ഇപ്പോൾ മോഹൻലാലിനെ തേടിയെത്തിയിരിക്കുന്നത്. അത് കേരളക്കര ഒന്നാകെ ആഘോഷിക്കുന്ന ഒരു വേളയിൽ തന്നെയാണ്. കാരണം ആർക്കും ഒരു എതിർപ്പില്ലാത്തൊരു നടൻ, അല്ലെങ്കിൽ എല്ലാവരും മലയാളികൾ ഒരുമിച്ച് ആരാധിക്കുന്ന ഒരു നടനാണ് മോഹൻലാൽ. അപ്പോൾ ആ മോഹൻലാലിന് തന്നെ ഈ അവാർഡ് ലഭിച്ചതിൽ കേരളത്തിൽ ആർക്കും തന്നെ യാതൊരുവിധ എതിർപ്പും കാണില്ല. എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ ഇരു കൈകളും നീട്ടി തന്നെയാണ് മോഹൻലാലിന് ലഭിച്ച ഈ പുരസ്കാരം അത് സ്വീകരിക്കുന്നതും. എന്തായാലും മോഹൻലാലിന്റെ ഒരു പ്രതികരണത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നിലവിൽ ചെന്നൈയിലാണ് അദ്ദേഹം. 23-നാണ് ഈ അവാർഡ് വിതരണം നടക്കുക. ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണം ഈ മാസം 23-നാണ് നടക്കുന്നത്. അന്ന് തന്നെ അദ്ദേഹത്തിന് ഈ പുരസ്കാരം കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യും. നടൻ, അതുപോലെ തന്നെ സംവിധായകൻ, നിർമ്മാതാവ് എന്ന എല്ലാ കാര്യങ്ങളും, കാരണം മലയാളം സിനിമയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ വലിയ സംഭാവനകളാണ് മോഹൻലാൽ നൽകിയിട്ടുള്ളത്. നിരവധി തവണ ദേശീയ പുരസ്കാരത്തിന് അദ്ദേഹം അർഹനായിട്ടുണ്ട്. എന്തായാലും ഇന്ത്യൻ രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം കൂടി മോഹൻലാലിന് നൽകി ഇപ്പോൾ കേന്ദ്രം ആദരിക്കുകയാണ്. എന്തായാലും ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ, കാരണം മോഹൻലാൽ അടക്കമുള്ള നടന്മാർ നൽകിയ സംഭാവനകൾ ഒരു തരത്തിലും വിസ്മരിക്കുവാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ അതുല്യമായ പ്രതിഭ, അതുപോലെ തന്നെ വൈദഗ്ധ്യം, കഠിനാധ്വാനം തുടങ്ങിയവ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ സുവർണ്ണ സ്ഥാനം നേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ അവാർഡ് പ്രഖ്യാപിച്ചുകൊണ്ട് പുറത്തിറക്കിയ കുറിപ്പിലും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും 23, അതായത് ചൊവ്വാഴ്ചയാണ് ഈ പുരസ്കാര വിതരണം നടക്കുക. കഴിഞ്ഞ വർഷത്തെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ബോളിവുഡ് നടനായ മിഥുൻ ചക്രവർത്തിക്കായിരുന്നു. മലയാളി എന്ന് പറയുന്നത് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു. ഇതിനു മുമ്പ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മലയാളി എന്ന് പറയുന്നത് 2024-ലാണ് അവസാനമായ ഒരു മലയാളിക്ക് ഇത്തരം പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ ഏകദേശം 21 വർഷങ്ങൾക്ക് ശേഷം ഒരു മലയാളിയെ തേടി പുരസ്കാരം എത്തിയിരിക്കുന്നു. 2023-ലെ പുരസ്കാരം അത് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലിന് തന്നെ ലഭിച്ചിരിക്കുന്നു. മലയാളികൾ വളരെയധികം സന്തോഷത്തിലാണ് ഇന്നത്തെ രാത്രിയിൽ. എന്തായാലും